ഞങ്ങൾ കുറേ പ്രാവശ്യം പോയിട്ടുള്ളൊരു സ്ഥലമാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിൻ്റ് എന്നുള്ളൊരു ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ്. അപ്പോൾ അവിടുന്ന് നല്ല രസമുണ്ടായിരുന്നു. ഇത് ഈ വീഡിയോയിൽ കാണുന്നേക്കാട്ടിലും ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത്. റോഡ് ക്ലോസ്ഡ്, അതാ പറഞ്ഞ നിങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ സ്ഥിരം വരുമ്പോൾ പോകുന്ന റോഡെന്ന് പറയുന്നത് ഇപ്പം റോഡ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് എഴുതിയേക്കുന്നുണ്ടല്ലേ, ആ റോഡ് വഴിയാണ് നമ്മൾ സ്ഥിരം പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം എന്നപ്പോൾ എന്തോ ഒരു പണി നടക്കുന്നതുകൊണ്ട് റോഡ് ക്ലോസ്ഡ് എന്ന്. പിന്നെ അതിൻ്റെ മുകളിൽ കാണുന്ന റോഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ റോഡാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ആ വഴി പൊക്കോളം പറഞ്ഞു. അതും നല്ല രസമുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഈ വഴി പോകുന്നത്, പക്ഷെ ഭയങ്കര രസം. തേയില തോട്ടത്തിൽ കൂടിയൊക്കെ പോകുന്നതുകൊണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയൊരു പണി കിട്ടി. ഈ കാണുന്ന വളവ് എന്ന് പറയുന്നത് ചെറിയ വളവല്ല, അത്യാവശ്യം നല്ലൊരു വളവാണ് അത്. അപ്പോൾ അത് ഈ ട്രാവലർ പോയി കഴിഞ്ഞപ്പം ചെറുതായിട്ടൊരു പ്രശ്നം വന്ന് പിന്നെ ആൾക്കാരൊക്കെ ഇറങ്ങി. കാരണം അത് ഈ കാണുന്നതല്ല, ചെറിയൊരു താഴ്ചയൊക്കെയാണ്. അപ്പോൾ ബസ്സൊക്കെ പറയുന്നതൊക്കെ എല്ലാവർക്കും പേടിയാണ്. പിന്നെ ഇറങ്ങി അവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ വന്ന് പിന്നെ ഞങ്ങളെല്ലാവരും ഇറങ്ങി പതുക്കെ ബസ് അവിടെ നിന്ന് എടുത്ത് കുറച്ച് താഴേക്ക് പോയിട്ടാണ് പിന്നെ ഞങ്ങൾ കയറുന്ന ബസ്സിൽ. പിന്നെ ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതിന് അത്യാവശ്യം നല്ലൊരു ഇറക്കത്തിൽ കൂടിയാണ്. ആ റൈറ്റ് സൈഡിലൊരു റോഡ് കാണുന്നില്ലേ, അപ്പോൾ ആ റോഡ് വഴിയാണ് ശരിക്കും നമുക്ക് വരേണ്ടത്. അവിടെയാണ് നമ്മൾ റോഡ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര വളവായിരുന്നു. അവിടെ ഞങ്ങൾക്ക് വീണ്ടും ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് ഒരു തരത്തിൽ തിരിച്ച് ഒക്കെയാണ് നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റിയത്. ഇതെന്ന് പറയുന്നത് ഒരു പോപ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൾക്കാരുടെ എസ്റ്റേറ്റാണ്. ആ എസ്റ്റേറ്റിനകത്താണ് ഗ്രീൻലാൻഡ് ഫാം ഹൗസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഫാം ഹൗസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവരുടെ എൻട്രൻസ് ആണ് ഇപ്പോൾ ഈ ഒരു കാവ്. അമ്മയ്ക്ക് പോകണം വേണ്ടി അങ്ങനെ കുറേ നേരത്തെ ട്രാവലിനുള്ളിൽ നമ്മൾ ഗ്രീൻലാൻഡ് ഫാം ഹൗസിൻ്റെ എൻട്രൻസിലോട്ട് എത്തിയിട്ടുണ്ട്. ഭയങ്കര രസമാണ് അതിൻ്റെ സൈഡൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് കൊച്ചെത്തി, എത്തി ഒരു തരത്തിൽ നമ്മൾ എത്തിയിരുന്നു. ഇത് റിസപ്ഷൻ്റെ ഒരു ചെറിയ പോർഷനാണ്. അതിനപ്പുറത്താണ് നമുക്കുള്ള ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ തരുന്നത്. റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ അതാണ്. പിന്നെ അവിടുന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് തേനും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അതിനകത്ത് കയറിയിട്ട്. പിന്നെ ഇവിടെ ചെറിയ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലൊരു ഒരു വ്യൂ ആണിത്. പിന്നെ ഇവിടെ ഏറ്റവും പേടിക്കേണ്ടത് കുരങ്ങന്മാരെയാണ്. കുരങ്ങന്മാരുടെ ഏരിയ ആണിത്. അതും ചെറുതും വലുതും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട്. നമ്മൾ ഡോറൊക്കെ അടച്ചിട്ടിടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എന്താ പറയുക റൂമിലൊക്കെ കയറി നമ്മുടെ ബാഗൊക്കെ ഓപ്പൺ ചെയ്തിട്ട് സാധനങ്ങൾ എടുത്തിട്ട് പോകും. എവിടെ പോകുന്നു? ചോക്ലേറ്റോ? പിന്നെ നമുക്ക് റൂംസ് നമ്മുടെ ഇതാണ്, ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത്. അതും ഭയങ്കര ഹോംലി ഫീലാണ്. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടെ തീരെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളാരും ഫോണൊന്നും അധികം യൂസ് ചെയ്യത്തില്ല. ഒരു ഭയങ്കര കാമായിട്ടുള്ള ഒരു ഏരിയ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ കുരങ്ങന്മാർ എപ്പോഴും റൂമിൻ്റെ ഡോറിൽ വന്ന് എന്താ നോക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും വേറെ ആൾക്കാരൊക്കെ ആയിരിക്കും, പക്ഷേ ഇവന്മാരായിരിക്കും. ഏതാ 3, 4? അപ്പോൾ ഇവിടെയാണ് നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. റൂംസൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് ഒക്കെയാണ്, നല്ല നീറ്റും ക്ലീനും ഒക്കെയാണ്. ഇപ്പം ഇതാണ് നമ്മുടെ ആ ഒരു റൂമെന്ന് പറയുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉണ്ട്.
വേണമെങ്കിൽ അമ്മയുടെ ഫോൺ തട്ടിപ്പറിച്ചോണ്ട് പോകും. എല്ലാം അവിടെ വെയിറ്റ് ചെയ്തിരിക്കും. വിശക്കുന്ന ഈ ഇത്ര കാപ്പിക്കുരു പക്ഷെ തട്ടിപ്പറിക്കാൻ വേണ്ടി നടക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്നാ എടുത്തപ്പോഴേ നോക്കണ്ട. തട്ടിപ്പറിച്ചോണ്ട് പോകണേ. അയ്യോ കിടക്കുന്നുണ്ടോ? കിടക്കുവാണ്. ഓടി വന്ന് കിടക്കുവാണോ? ഇവിടെ നോക്കിയേ ശുംബിര്. മെയിൻ മീറ്റിംഗ് രാകുന്നോ? ഞാൻ ഈ ലേഡീസ് ആദ്യമേ കേറി. വയറിനൊക്കെ നല്ലതാണ്. കുറേ അസുഖങ്ങൾക്ക് നല്ലതാണ്. ഇതാ റിസോർട്ടിൻ്റെ ഒരു സൈഡാണ്. ഇത് ഭയങ്കര രസം ഇവിടെ കാണാൻ വേണ്ടി. ചുമ്മാ കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലമാണ്. നല്ല കാറ്റുമാണ്, നല്ലൊരു ക്ലൈമറ്റും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കയറി വന്നിട്ട് ലെഫ്റ്റ് സൈഡായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇതൊരു വലിയ കാടാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ അങ്ങനെ നിന്നപ്പോഴാണ് കാട്ടുപോത്ത് പോകുന്നത്. അത് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ കാട്ടുപോത്തിനെ ഇവിടെ കാണുന്നത്. ഭയങ്കര സൈസുമായിരുന്നു. ഫോണിൽ കൂടെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ, നേരിട്ട് കാണുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് ഫോണിൽ കൂടി കിട്ടില്ലല്ലോ. ഇപ്പൊ ഒരു കാട്ടുപന്നിനെ പോലെ ഉണ്ട്. ഇവിടുത്തെ ഈ കൊരങ്ങന്മാരെ കൊണ്ട് തോറ്റ്. ഇതാണോ കുഞ്ഞ്? ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫാം ഹൗസ് ഉണ്ടെന്ന്. അപ്പം ഞാൻ കുറേ പ്രാവശ്യം പോയി കണ്ടിട്ടുള്ളതാണ്. അപ്പം മമ്മി എൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഈ നെല്ലിയാമ്പതിയിൽ വരുന്നത്. അപ്പം മമ്മിക്ക് ആ ഫാം ഹൗസ് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അതും ഭയങ്കര രസമാണ് കാണാൻ. ഒരു കാട് പോലെ, നമുക്ക് കാട് തന്നെയാണ്, എന്നാലും നമുക്ക് വീണ്ടും വീണ്ടും കാട് പോലെയൊക്കെ തോന്നുമല്ലോ. ഞങ്ങളപ്പോൾ കുറച്ച് പേര് ഫാം ഹൗസിലേക്ക് പോവാണ്. അവിടെ ഭയങ്കര രസമാണ്. അവിടെ കുറേ ആടുകളും വെറൈറ്റി ആയിട്ടുള്ള ആടുകളൊക്കെ ഉണ്ട്. നല്ല ഭംഗി കാണാം. ഈ ഫാം ഹൗസിലേക്ക് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. അതൊരു കല്ലും മുള്ളും നിറഞ്ഞ വഴി. പിന്നെ കാണുമ്പം ഒറ്റയ്ക്കൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പേടിയാവും. കാരണം ഞാൻ പറഞ്ഞല്ലോ, കാട്ടുപോത്തും പുലി ആയതുകൊണ്ടൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമ്മളിതുവരെ കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും പേടിയാവും കാണുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറേ വലിയ ഭയങ്കര സൈസിലുള്ള മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഫാം ഹൗസിലോട്ടുള്ള ആ ഒരു വഴി. എന്താ ഇത്?
കരിങ്കോഴിയോ? അയ്യോ, നല്ല വെളുത്ത് തൊടുത്ത് നല്ല സുന്ദരനായിട്ടിരിക്കുന്നു. നോക്കി നോക്കി തറ ഇല്ലേ, ഇവനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്താ വേണ്ട ഫോക്കസ് വലിയ ആടിനെ കുഞ്ഞായിട്ട് കണ്ടതാ. പ്രാവ്. ആ, ഇവിടെയാണ് മറ്റേ ഇതെന്നാ സാധനം ഇതെന്നാ ഇത്? ഇറച്ചി കഷ്ണം പുറത്തൊരു അയ്യാ ചൊറിയുന്നു. പീല് വിരിച്ച് ഫോട്ടോ എടുത്ത് എനിക്കും തന്നെ. കൃഷ്ണ എന്റെ ഫോൺ എടുക്കടി. ചന്തിക്കെട്ട് കൊത്തു കിട്ടുമോ ഈശ്വരോ? കൊത്തല്ലേ കേട്ടോ. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുവാണോ? ഇതേണ്ടോ നിങ്ങൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ടോ? ഇവിടെ ഒരു കുരങ്ങുണ്ട് നോക്കാൻ. ഇത് പിടിച്ചാ നീ, ഞാൻ എടുത്തിട്ട് വരാം. കൊത്തും ഇല്ല, അല്ല കൊരങ്ങൻ വരും. ഹലോ, ഞാൻ ആട്ടിൻകുട്ടികളെ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ ബാക്കിൽ വേറൊരാട് നിൽക്കുന്നുണ്ടോ. ഇപ്പം ഞാൻ ആ ആടിൻ്റെ തലയിലാണ് പോയി തൊട്ടെ. അതിൻ്റെ കാല് എന്തോ ഫ്രാക്ചറായിട്ട് ഇരിക്കാൻ തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്ത് ചാടിയതായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യമാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ല, ഇങ്ങനെ ചാടുന്നൊക്കെ. കാല് വല്ലാണ്ട് ഇങ്ങനെ ഒടുങ്ങി തൂങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളവിടെ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആടിന് വയ്യാണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എത്രത്തോളം സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാരണം ഒരു വെറ്ററിനറി ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് എന്താ പറയാ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 1 hour ടൈം എടുക്കും. അത്രത്തോളം ഉള്ളിലേക്കാണ് നമ്മൾ കയറി വന്നേക്കുന്നത്. അവിടുത്തെ ഡോക്ടർ വന്നൊക്കെ പറയുമ്പോഴത്തേന് എത്രത്തോളം സത്യമാണെന്ന് അറിയാൻ പാടില്ല. പ്രത്യേകിച്ച് കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകണമല്ലോ. അതൊന്നും അവർ ചെയ്യുമെന്ന് തോന്നണില്ല. പിന്നെ ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ അവർ പക്കയായിട്ട് നോക്കുന്നുണ്ട്. പിടിക്കടി. അതാണ്ടേ ഈശ്വരാ, ഒത്ര പൊന്നാണായത്. തൊണ്ടരയാണല്ലോ. അയ്യോ ആകെ വന്നു. ഒറ്റ ഞങ്ങളുടെ അപ്പൂശൊന്നും ഇങ്ങനെ കരയുന്നില്ലല്ലോ. ഒന്ന് പിടിച്ചേ. ഉമ്മ എന്റെ പൊണ്ണ. അയ്യോടാ തുന്നലാണ്. ഇതാര് പൊന്നാണോ? പിടിച്ച് തഴവണ അവര് ഓടിക്കേ. കുഞ്ഞല്ലേ കുഞ്ഞല്ലേടി. അതെ അതെ, അമ്മ വന്ന അമ്മ.
പാല് കുടിക്കുന്ന നോക്കിയേ. ഇവര് വലിയ കെയറായിട്ട് ചെയ്യത്തൊന്നും. ഇവിടെ പേർഷ്യൻ ക്യാറ്റിനെ ഇതേപോലെ തന്നെ കൂട്ടിലിട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ എന്ന് പറയുമ്പോൾ അത്ര നീറ്റ് അല്ല. അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഗുമ്മെന്നൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കുന്നൊന്നുമില്ല. അതുണ്ടോ അതിനകത്ത് ഫുള്ള് വേസ്റ്റാണ്. അത് അത്ര നീറ്റൊന്നും അല്ല. എമു എടുക്കടി, നീ അവിടെ പോയി ഫോട്ടോ എടുക്കടി. സൽമാൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കടി. നീ ഇവിടെ ഇരിക്കും, ഞങ്ങൾ ഫോട്ടോ എടുക്കാം. ഓ ഈ പിള്ളേർക്ക് സ്കൂളിലൊന്നും പോകണ്ടേ? അങ്ങോട്ടും ഉണ്ട്. നല്ല പൂത്ത് തലർത്ത് നിൽക്കുന്നു. അയ്യാ റൂം എത്തിയതല്ല സമാധാനം. നമ്മളെ റൂമിലോട്ടുള്ള വഴി കണ്ടോ? ദേ മമ്മി, മറ്റേ ചെടിയില്ലേ നോക്ക്, ദേ വീടിന്റെ മണ്ടേ കൂടി കിടക്കുന്ന. പിന്നെ ഇത് പറിച്ചു കഴിഞ്ഞാൽ കിളുക്കൊന്നുമില്ല. ദേ നോക്ക്, നല്ല ഭംഗിയല്ലേ കാണാൻ? ഇത് നമ്മളവിടെ കിളുക്കുമായിരിക്കും. പൂ നോക്കിക്കേ, നല്ല ഭംഗിയുണ്ട്. ഹൃദയോ? അതെ അതൊരു പൂച്ചയൊക്കെ നിങ്ങളെ സുന്ദരം പൊയ്ക്കോ. അതിന് സൈസ് സൈസ് വയ്ക്കാൻ കണ്ടത് നിങ്ങളുടെ പുസ്തകത്തിന് ഈ മുഖം നീണ്ടായിട്ടില്ല. പേടിപ്പിക്കുന്നുണ്ടോ? ഈവനിങ് ഞങ്ങളുടെ സ്നാക്സിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ അത് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടാൻ വേണ്ടിയിട്ടാണ് അവർ ഗ്യാങ്ങായിട്ട് നിൽക്കുന്നത്. നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇവർ ചെറിയ കുരങ്ങന്മാർക്ക് കൊടുക്കില്ല. വലിയ ആൾക്കാർ ഫുള്ള് അത് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടും. പിന്നെ ഞങ്ങൾ ഒരു ദിവസം സ്റ്റേ ചെയ്തു. പിന്നെ ഇന്ന് സ്നാക്സൊക്കെ കഴിച്ചിട്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോണ വഴിക്ക് ഭയങ്കര ഭംഗിയായിരുന്നു. കാരണം ഒരു സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ആ ഒരു കളർ ചേഞ്ചൊക്കെ വന്നിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, റോഡ് പണി കാരണം നമ്മൾ വേറൊരു റോഡിലാണ് കയറി വന്നിരിക്കുന്നത്, ചെറിയ റോഡാണെന്നൊക്കെ. അപ്പോൾ ഇറങ്ങി വന്ന സമയത്ത് എനിക്കത് ഇങ്ങനെ വണ്ടി ഓടിയിട്ട് തിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ തിരിച്ചു പോകുന്ന സമയത്ത് ഇപ്പം ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങേണ്ടി വന്നു. ഇറങ്ങിയിട്ട് കാരണം ഞങ്ങളെല്ലാവരും വെച്ചിട്ട് അതൊക്കെ ഏറ്റവും ബസ് കയറില്ല, ചെറിയ റോഡും കൂടിയാണ്. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും നടന്നു തുടങ്ങി. ബസ് അപ്പോൾ അവിടെ നിന്നിട്ട് തിരിച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ ഇട്ട് ഡയറക്റ്റ് തിരിച്ച് കയറാൻ പറ്റില്ല, ഒരു വല്ലാത്തൊരു റോഡാത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി ഫ്രണ്ടിൽ നടന്നങ്ങ് പോയി. അപ്പോൾ ബസ് അത് കഴിഞ്ഞിട്ട് വേറെ എവിടെയോ കൊണ്ടിട്ട് തിരിച്ച് ഒക്കെയാണ് കൊണ്ടുവരുന്നത്. വണ്ടിയാ, സൈഡ് കൊടുക്കാം.
നോക്കണേ